Hello and welcome back to foodiezecstasy. Fish എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം. സാധാരണ ഉള്ള ഫിഷ് കറിയുടെ കളറല്ല, അത് റെഡ് ഓറഞ്ച് കളർ അല്ല ഉള്ളത്, ഒരു ഗ്രീൻ യെല്ലോയിഷ് കളറാണ് ഫിഷ് മോളി എന്ന് പറയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു വലിയ സവോള എടുക്കുക, അതിന് നീളത്തിലരിയുക, ജൂലിയൻ കട്ട് എന്ന് പറയും, നീളത്തിലരിയുക. ഒരുപാട് തിക്കാകാനും പാടില്ല, ഒരുപാട് തിന്നാകാനും പാടില്ല കേട്ടോ. ഒരു വലിയ ടൊമാറ്റോ എടുക്കുക, അതും നീളത്തിന് അരിയുക. ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്ത് നീളത്തിലോ അല്ലെങ്കിൽ ക്യൂബായിട്ടോ കട്ട് ചെയ്യുക. 2 പച്ചമുളക് എടുക്കുക, അതും നീളത്തിന് അരിഞ്ഞെടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 3 ഗ്രാമ്പൂ, 2 ചെറിയ പീസ് പട്ട, 1 ഏലക്ക, 1/2 കപ്പ് 1-ാം പാല്, നല്ല കട്ടിയുള്ള പാലായിരിക്കണം കേട്ടോ. 1 കപ്പ് 2-ാം പാല്, ഒരുപാടങ്ങ് വെള്ളമാക്കി കളയരുത്, നല്ല തിക്കായിട്ട്, കുറച്ച് തിക്കായിട്ട് വേണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, വീട്ടിൽ പൊടിച്ചത് തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇരിക്കുക. അതുപോലെ വേറെ നമ്മൾ എരിവിന് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കളർ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 250 ഗ്രാം നെയ്മീൻ അല്ലെങ്കിൽ ഐക്കൂറ എന്ന് പറയും, അതിനെ ഒരു മീഡിയം സൈസിൽ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം കൂടുതലും നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് ഫ്ലഷ് ഉള്ള ഫിഷ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നെയ്മീൻ എടുത്തിരിക്കുന്നത്. അതിനൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. 20 മിനിറ്റ് വെച്ചേക്കുക. 20 മിനിറ്റിന് ശേഷം കുറച്ച് മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതി, ഒരുപാട് കരിഞ്ഞു പോകരുത്, ഒരുപാട് ഫ്രൈ ആകരുത്. ഓക്കെ, അപ്പം അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തേക്കുന്ന നെയ്മീനാണിത്. ഇനിയൊരു പാൻ ചൂടാക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ആഡ് ചെയ്യാം. എന്തൊക്കെയാണ്? പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സോട്ടേ ചെയ്യുക, അതിൻ്റെ ഒരു പച്ചമണം മാറണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി രണ്ടും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം, കരിഞ്ഞു പോകാണ്ട് നോക്കുക കേട്ടോ. ഇതിലേക്ക് പച്ചമുളകും സവോളയും ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ടേ ചെയ്യുക. ഇനി സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകണം, ബ്രൗൺ ആകാൻ പാടില്ല, സോഫ്റ്റ് ആകണം. അതുപോലെ കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം, അതുവരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് ഒരല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ബ്രൗൺ ആയി പോവില്ല, പെട്ടെന്ന് കുക്കാകുകയും ചെയ്യും. ഇപ്പോൾ സവോള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിം ആക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 30 സെക്കൻഡ്സ് സോട്ടേ ചെയ്യുക, അപ്പോൾ അതിൻ്റെ മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ടേ ചെയ്യുക. ഒരു 15 സെക്കൻഡ്സ് സോട്ടേ ചെയ്താൽ മതി കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിം ആക്കുക, അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. ഒരു 10 സെക്കൻഡ്സ് സോട്ടേ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്തിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യുക, നന്നായിട്ട് സോട്ടേ ചെയ്യുക. അപ്പോൾ മസാല കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്തിരിക്കുന്ന എണ്ണ ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ എന്താണ്, ടൊമാറ്റോ ഇല്ലേ, അത് നന്നായിട്ട് വെന്ത് വരണം. ഓക്കെ, അതുവരെ കുക്ക് ചെയ്യാം. അപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അപ്പോൾ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം കേട്ടോ, അത്രയും മതി, ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, 2-ാം പാൽ എടുക്കുമ്പോഴത്തേനും ഒരുപാട് വെള്ളം ചേർത്ത് ഉണ്ടാക്കരുത് കേട്ടോ, കുറച്ച് തിക്കായിട്ട് ഉണ്ടാവണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. നല്ല തിളച്ച് വരണം കേട്ടോ, അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തേക്കുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ പീസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ഒടിഞ്ഞു പോകാണ്ട് നോക്കണം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനെ നമുക്ക് സ്പൂണിട്ടൊന്ന് മിക്സ് ചെയ്യരുത്, ഈ പാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്നിങ്ങനെ നീക്കി കൊടുത്താൽ മതി, ഒന്ന് മിക്സ് ആകാനായിട്ട്. അല്ലാണ്ട് സ്പൂണിട്ട് അതിൽ മിക്സ് ആക്കരുത് കേട്ടോ, എന്നാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം.
കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ പാൻ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1 പാൽ ആഡ് ചെയ്ത് കൊടുക്കും. നല്ല തിക്കായിട്ടുള്ള 1 പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അഗൈൻ മിക്സ് ചെയ്യാൻ പാടില്ല. പാൻ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി തിളക്കാൻ പാടില്ല. 1 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളക്കാൻ പാടില്ല. ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്ന എണ്ണയില്ലേ, അത് 1 ടേബിൾ സ്പൂൺ കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ളൊരു കറിയാണ് ഫിഷ് മോളി. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാലപ്പം അല്ലെങ്കിൽ നെയ്യ് ബട്ടറൊക്കെ വെച്ച് ടോസ്റ്റ് ചെയ്തിരിക്കുന്ന ബ്രെഡാണ്. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. പക്ഷേ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാലപ്പം അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ്സാവില്ല. താങ്ക് യു.